ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നാം ഇന്ത്യയിലെ ഇൻഡയറക്റ്റ് ടാക്സുകളെക്കുറിച്ച് ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. നമുക്കറിയാം, നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം സൈസിൽ 7th പ്ലേസ് ആണെങ്കിലും പോപ്പുലേഷനിൽ 2nd പ്ലേസ് ആണ്. നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. സെൻട്രൽ ഗവൺമെൻറ്റും ഓരോ സംസ്ഥാനത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമായിട്ടാണ് ഈ ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്നത്. നമുക്കൊരു റിട്ടൺ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, ഒരു സുപ്രീം കോർട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റുകളും തമ്മിൽ ഡിവിഷൻ ഓഫ് പവേഴ്സുമുണ്ട്. ഇത്തരം പ്രത്യേകതകളുള്ള നമ്മുടെ മാതൃരാജ്യമായിരിക്കുന്ന ഈ ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റാണ് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ്? ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ചികിത്സിക്കാൻ ആവശ്യമായിരിക്കുന്ന ഹോസ്പിറ്റലുകൾ, സഞ്ചരിക്കാൻ വേണ്ട റോഡുകൾ, പഠിക്കാൻ വേണ്ട വിദ്യാഭ്യാസ കലാലയങ്ങൾ ഒക്കെ ഉണ്ടാക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കൂടാതെ ഡാമുകളും ബ്രിഡ്ജുകളും ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി പോലീസ് ഫോഴ്സ്, മിലിറ്ററി ഫോഴ്സ് വേണം. ലോ ആൻഡ് ഓർഡർ നോക്കുവാൻ വേണ്ടി പോലീസ് ഫോഴ്സും വേണം. ധാരാളം വെൽഫെയർ ആക്ടിവിറ്റീസ് ഇന്ത്യ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഒക്കെ നടത്തുന്നുണ്ട്. ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യത്തിന് ഗവൺമെൻറ്റുകൾക്ക് ആവശ്യമാണ്. ഗവൺമെൻറ് ചില ബിസിനസ്സൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇന്ത്യൻ റെയിൽവേ ഗവൺമെൻറ്റിൻ്റെതാണ്, എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ഒക്കെ ഗവൺമെൻറ്റിൻ്റെതായിരുന്നു. അതേപോലെ തന്നെ BHEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. പക്ഷേ ഗവൺമെൻറ് ബിസിനസ് സ്ഥാപനം നടത്തുന്ന നേരം പലപ്പോഴും ലോസാണ് ഉണ്ടാവുക, പ്രോഫിറ്റ് അല്ല ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന്, പ്രോഗ്രസ്സിന് ആവശ്യമായിരിക്കുന്ന ഫണ്ടൊന്നും ബിസിനസ്സിൽ നിന്ന് കിട്ടൂല. അതുകൊണ്ട് ഗവൺമെൻറ് ജനങ്ങളിൽ അടുത്ത് നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ടാക്സുകൾ കളക്ട് ചെയ്യും. ടാക്സേഷൻ ഇൻ ഇന്ത്യ, ടാക്സേഷൻ ഇൻ ഇന്ത്യ, വ്യത്യസ്ത രീതിയിലുള്ള ടാക്സുകൾ കളക്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മൾ പറയാറില്ലേ, നികുതി അടക്കുക, പല ടൈപ്പിലുള്ള നികുതി അല്ലേ? വീടുകൾക്ക് നികുതിയുണ്ട്, സ്ഥലത്തിന് നികുതിയുണ്ട്. പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ നികുതി അടക്കാൻ പോവാത്ത ഏതെങ്കിലും വീട്ടുകാരുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തുള്ളതായിരിക്കുന്ന ഈ ടാക്സേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ടാക്സുകൾ, ഇന്ത്യ രാജ്യത്തെ ടാക്സുകളെ നമുക്ക് വൈഡായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ്. 2 ഇൻഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സിൽ. ഡയറക്റ്റ് ടാക്സ് അതേപോലെ മറ്റൊന്നുണ്ട്, പ്രൊഫഷണൽ ടാക്സ്, എംപ്ലോയ്മെന്റ് ടാക്സ് ഉണ്ട്, പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഇൻകം ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 എണ്ണം ഉണ്ട്. ഒന്ന് ഇപ്പോൾ GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. രണ്ടാമത്തത് കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി. നാം ഇപ്പോൾ പഠിക്കുന്നത് ഈ ഇൻഡയറക്റ്റ് ടാക്സ് പെട്ടതായിരിക്കുന്ന GSTയും കസ്റ്റംസ് ഡ്യൂട്ടിയുമാണ്. ആദ്യം നാം GST പഠിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നാം കസ്റ്റംസ് ഡ്യൂട്ടിയും പഠിക്കുന്നു. അതായത് നാം പഠിക്കുന്നത് ഏത് ടാക്സ് ആണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, ഏതല്ല? ഡയറക്റ്റ് ടാക്സ് അല്ല. ഡയറക്റ്റ് ടാക്സ് ചില കുട്ടികളൊക്കെ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഏത്? ഇൻകം ടാക്സ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇന്ത്യ രാജ്യത്തെ ടാക്സുകളെ വൈഡായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും.
എന്താണ് ഇവ തമ്മിലുള്ളതായിരിക്കുന്ന ഡിഫറൻസ് നോക്കാം. ഏത് തമ്മിലുള്ള ഡിഫറൻസ്? ഡയറക്റ്റ് ടാക്സും പിന്നെ എന്തും തമ്മിലുള്ള ഡിഫറൻസാണ് നോക്കണ്ടേ? ഇൻഡയറക്റ്റ് ടാക്സും. ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഡയറക്റ്റ് ടാക്സിലാണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആളെ നമ്മൾ അതിനെ പെയർ എന്നാണ് വിളിക്കുക, പെയർ. അതേപോലെ അതിൻ്റെ ഭാരം ചുമക്കേണ്ട ആള് അതിനെ നമ്മൾ സഫറർ എന്ന് വിളിക്കാം. പെയർ ആൻഡ് സഫറർ, ഞാൻ ചുരുക്കി ഇതാണ്. സഫറർ സെയിം പേഴ്സൺ ആയിരിക്കും, സെയിം പേഴ്സൺ ആയിരിക്കും. ഒരേ വ്യക്തി തന്നെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. അയാളെ ക്യാഷ് തന്നെ എടുത്തിട്ടാണ് കൊടുക്കേണ്ടത്. അഥവാ ബേർഡനും അയാൾക്ക് തന്നെയാണ്, പേയ്മെൻറ്റ് നടത്തേണ്ട റെസ്പോൺസിബിലിറ്റിയും അയാൾക്ക് തന്നെയാണ്. അങ്ങനത്തതാണെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ആണ്. എന്നാൽ പേയ്മെൻറ്റ് നടത്തേണ്ട പെയർ ഒരാൾ, അതിൻ്റെ സഫറർ, പെയർ ആൻഡ് സഫറർ, അതിൻ്റെ ബേർഡൻ വഹിക്കേണ്ട ആൾ, ഇത് ഡിഫറെൻ്റ് പേഴ്സൺ ആയിരിക്കും ഇൻഡയറക്റ്റ് ടാക്സിൽ. ഡിഫറെൻ്റ് പേഴ്സൺ. ക്യാഷ് ആർക്കാണോ പോകുന്നത് അയാളാണ് അല്ല പേയ്മെൻറ്റ് നടത്തേണ്ടത്. പേയ്മെൻറ്റ് നടത്തേണ്ടത് സാധാരണ ബിസിനസ്സുകാരായിരിക്കും, ക്യാഷ് പോകുന്നത് കസ്റ്റമറുടെ. രണ്ടാമത്തത് ഡയറക്റ്റ് ടാക്സ്, അതിൻ്റെ സുപ്രീം അതോറിറ്റി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് CBDT ആണ്. ഇതിൻ്റെ സുപ്രീം അതോറിറ്റി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണ്. പണ്ടത്തെ പേര് CBEC എന്നായിരുന്നു, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് എന്ത് ചെയ്തു? റീനെയിം ചെയ്തിട്ട് ഇതിൻ്റെ പേര് ഇപ്പോൾ എത്ര? CBIC എന്നാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആൻഡ് കസ്റ്റംസ് ആണ്. ദെൻ നെക്സ്റ്റ്, ഡയറക്റ്റ് ടാക്സ് സാധാരണ ഏതിൻ്റെ മുകളിലാണ് ഉണ്ടാവുക? ഇൻകത്തിൻ്റെ മുകളിലാണ്, ലെവീഡ് ഓൺ ഇൻകം. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവുക സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണ്. സപ്ലൈ ഓഫ് ഗുഡ്സ്, ഗുഡ്സ് മാത്രമാണോ? അല്ല. ഓർ എന്ത്? സർവീസ് ഓർ ബോത്ത്, സർവീസസ് ഓർ ബോത്ത്. അതാണ് മറ്റൊരു ഡിഫറൻസ്. നെക്സ്റ്റ്, ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് ആയിരിക്കും. എന്താ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ? ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റിലും വ്യത്യാസം ഉണ്ടാവും, എമൗണ്ടിലും വ്യത്യാസം ഉണ്ടാവും. പ്രോഗ്രസീവ് ഇൻ നേച്ചറാണ്, പ്രോഗ്രസീവ് ഇൻ നേച്ചർ. ഏത്? ഡയറക്റ്റ് ടാക്സ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെ ആയിരിക്കില്ല. ഏത് വലിയവനും ചെറിയവനും ഒക്കെ ഒരേ റേറ്റ് ആയിരിക്കും. MA യൂസുഫ് അലി ആണെങ്കിലും, രവി പിള്ള ആണെങ്കിലും, മുകേഷ് അംബാനി ആണെങ്കിലും, പിന്നെ സഫീർ ആണെങ്കിലും, റിയാസ് ആണെങ്കിലും, ഫെബിന ആണെങ്കിലും, രേഷ്മയാണെങ്കിലും ഒക്കെ ഒരു റേറ്റ് ആയിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേര് റിഗ്രസീവ് ഇൻ നേച്ചർ എന്നാണ്. റിഗ്രസീവ് ഇൻ നേച്ചർ. ഇത് പ്രോഗ്രസീവ് ഇൻ നേച്ചറാണ്, ഇത് റിഗ്രസീവ് ഇൻ നേച്ചറാണ്. ഓക്കെ. നെക്സ്റ്റ്, ഡയറക്റ്റ് ടാക്സ് ആകുന്ന സമയത്ത് നമ്മൾ അസസ്മെൻ്റ് ഇയർ പ്രീവിയസ് ഇയർ കൺസെപ്റ്റ് എടുക്കും. അസസ്മെൻ്റ് ഇയർ പ്രീവിയസ് ഇയർ കൺസെപ്റ്റ് എടുക്കും. നമുക്കറിയാം, ഇൻകം ടാക്സ് പഠിച്ചവർക്കറിയാം, പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനാണ് അസസ്മെൻ്റ് ഇയറിൽ റഹീം ടാക്സ് കൊടുക്കേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഇൻഡയറക്റ്റ് ടാക്സിൽ പ്രീവിയസ് ഇയർ അസസ്മെൻ്റ് ഇയർ എന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. നോ സച്ച് കൺസെപ്റ്റ്, നോ സച്ച് കൺസെപ്റ്റ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ദീസ് ആർ ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. നാം ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നത് ഏതാണ്? ഇൻഡയറക്റ്റ് ടാക്സാണ്. ഇൻഡയറക്റ്റ് ടാക്സിൽ നമുക്ക് ഏതൊക്കെ പഠിക്കാനുണ്ട്? GSTയും പഠിക്കാനുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടിയും പഠിക്കാനുണ്ട്. അതുകൊണ്ട് GST ലോ അനുസരിച്ചും കസ്റ്റംസ് ഡ്യൂട്ടി നാം കസ്റ്റംസ് ലോ അനുസരിച്ചുമാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് GST പഠിച്ചു തുടങ്ങാം. GST എന്താണ്? GST എന്നാൽ, G എന്നാൽ എന്താ? ഗുഡ്സ്.
എസ് എന്നാൽ എന്താ? സർവീസ് അല്ലെങ്കിൽ സർവീസസ്. ടി എന്നാൽ എന്താ? ടാക്സ്. ഓക്കെ, നമുക്ക് ആദ്യം ഗുഡ്സിനെ കുറിച്ച് പഠിക്കാം. ഗുഡ്സ് എന്താണ്? ഗുഡ്സ് GST നിലവിൽ വന്ന സമയത്ത് 4 ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിയമം ഉണ്ടാക്കണമല്ലോ. ഒന്ന് CGST ആക്ട്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട്, CGST ആക്ട്. അത് ഇന്ത്യൻ പാർലമെൻറ്റാണ് ഉണ്ടാക്കിയത്. രണ്ടാമത്തത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്ട്, SGST ആക്ട്. അത് വ്യത്യസ്ത സ്റ്റേറ്റുകൾ, സംസ്ഥാനങ്ങളാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ SGST ആക്ട് ഉണ്ടാക്കിയത് കേരള ഗവൺമെൻറ്റാണ്. തമിഴ്നാട്ടിലേത് തമിഴ്നാട് സർക്കാരാണ്. നെക്സ്റ്റ് മൂന്നാമത്തത് IGST ആക്ട്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്. അത് പാർലമെൻറ്റ് ഉണ്ടാക്കിയത്, ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടാക്കിയത്, സെൻട്രൽ ഗവൺമെൻറ്. നാലാമത്തത് യൂണിയൻ ടെറിറ്ററീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട്. നമുക്കറിയാം ലക്ഷദ്വീപ്, ചണ്ഡീഗഡ്, അൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ഡമൻ ആൻഡ് ഡ്യൂ ഇവയൊക്കെ യൂണിയൻ ടെറിറ്ററീസാണ്, കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അവിടേക്ക് വേണ്ട GST ആക്ട് ഉണ്ടാക്കിയത് അത് ഇന്ത്യൻ പാർലമെൻറ്റാണ്, അഥവാ സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഓക്കെ, ഇങ്ങനെ 4 ആക്ട് ഉണ്ട്. ഈ ആക്ടിൽ വെച്ച് നാം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് CGST ആക്ട് ആയിരിക്കും, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് ആയിരിക്കും. ചിലപ്പോഴൊക്കെ നാം IGST ആക്ടും പറയും. എന്നാൽ SGST ആക്ടും UTGST ആക്ടും നാം കാഷ്വലായിട്ട് മാത്രമേ റെഫറൻസ് നടത്തുള്ളൂ, വല്ലപ്പോഴും പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സെഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് നിങ്ങളത് മനസ്സിലാക്കണം, അത് CGST ആക്ടിൻ്റെ സെക്ഷൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കണം. CGST ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 52 ഗുഡ്സ് എന്താണെന്ന് പറയുന്നത്. സെക്ഷൻ 2 ഒരുപാട് ഡെഫിനിഷൻസ് പറയുന്നത്. ഗുഡ്സ് എന്നാൽ എന്താണ് എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ ഏതാണ്? 2 സബ്സെക്ഷൻ 52 എന്താ ഗുഡ്സ്? ഗുഡ്സിനെ ഡിഫൈൻ ചെയ്തത് എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ്. എവരി കൈൻഡ് ഓഫ് എന്ത് പ്രോപ്പർട്ടി? മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടി. അതർ ദാൻ, എക്സെപ്റ്റ് ഏതൊക്കെ? അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ്. മണിയും സെക്യൂരിറ്റീസും അല്ലാത്ത എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? ഗുഡ്സാണ്. മൂവബിൾ ആയിരിക്കണം, എന്നാലേ ഗുഡ്സ് ആവും. അപ്പോൾ ലാൻഡ് മൂവബിൾ ആണോ? ലാൻഡ് മൂവബിൾ ആണോ? അല്ല. ബിൽഡിംഗ് മൂവബിൾ ആണോ? അല്ല. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മൂവബിൾ ഗുഡ്സ് ആണോ? അല്ല. അതുകൊണ്ട് അത് ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ വരില്ല. അതുകൊണ്ട് തന്നെ ലാൻഡിൻ്റെ കാര്യത്തിലും ബിൽഡിങ് വാങ്ങുക വിൽക്കുക എന്നതിൻ്റെ കാര്യത്തിലും എന്ത് വരില്ല? GST വരില്ല. ലാൻഡ് വാങ്ങുന്നിടത്തും ലാൻഡ് വിൽക്കുന്നിടത്തും അതേപോലെ ബിൽഡിങ് പർച്ചേസ് ചെയ്യുന്നിടത്തും ബിൽഡിങ് സെയിൽ നടത്തുന്നിടത്തും എന്ത് വരില്ല? GST വരില്ല. എന്താ കാരണം? അത് ഗുഡ്സിൻ്റെ മീനിങ്ങിൽ അല്ല. ഇനി മൂവബിൾ ആണെങ്കിലും ശരി ഗുഡ്സിൻ്റെ മീനിങ്ങിലല്ല. ഏതൊക്കെ? മണിയും അതേപോലെ സെക്യൂരിറ്റീസും. സെക്യൂരിറ്റീസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയാണ്? ഷെയറും ബോണ്ടും ഡിബഞ്ചറും. ഷെയറും ബോണ്ടും ഡിബഞ്ചർക്കും അവയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സെക്യൂരിറ്റീസ് എന്നത്. അതും ഗുഡ്സ് അല്ല. ബട്ട് ഇൻക്ലൂഡ് എന്തൊക്കെ? ഗ്രോയിങ് ക്രോപ്സ്, അത് ഗുഡ്സാണ്. ഗ്രോയിങ് ക്രോപ്സ്. അതേപോലെ ഗ്രാസ്, പുല്ല്. ഗ്രാസ്, പുല്ല്. അതേപോലെ തിങ്സ് അറ്റാച്ച്ഡ് ടു ലാൻഡ്. തിങ്സ് അറ്റാച്ച്ഡ് ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ലാൻഡ്. ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ലാൻഡ്. ലാൻഡിൽ ഭൂമിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മരങ്ങൾ, ചെടികൾ, അതേപോലെ പുല്ലുകൾ, അതൊക്കെ ഗുഡ്സാണ്.
പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വിച്ച് ആർ എഗ്രീഡ് ടു ബി സെർവ്ഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. വിച്ച് ആർ എഗ്രീഡ് ടു ബി സെർവ്ഡ്, അത് മുറിച്ച് മാറ്റിയതിന് ശേഷം വിൽക്കുകയാണ് എങ്കിൽ. വിച്ച് ആർ എഗ്രീഡ് ടു ബി സെർവ്ഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. ഒരു ഏക്കർ സ്ഥലം വിൽക്കുക, ആ സ്ഥലത്തിൻ്റെ കൂടെ തന്നെ അതിലുള്ള തെങ്ങും പ്ലാവും തേക്കും മറ്റു മരങ്ങളും ഒക്കെ വിൽക്കുക, എന്നാൽ അത് ഗുഡ്സല്ല. എന്നാൽ തേക്കും മരങ്ങളും ഒക്കെ മുറിച്ച് വിൽക്കുകയാണ്, എന്നാൽ അത് ഏതിൻ്റെ മീനിങ്ങിൽ പെടും? ഗുഡ്സിൻ്റെ മീനിങ്ങിൽ പെടും. ഗ്രോയിങ് ക്രോപ്സ്, വിളവുകൾ, അതേപോലെ ഗ്രാസ്, പുല്ലുകൾ, അതൊക്കെ മുറിച്ച് വിൽക്കണം. അല്ലെങ്കിൽ കച്ചവടാക്കിയതിന് ശേഷം മുറിച്ച് തരാമെന്ന് അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ ഏൽക്കണം, എന്നാൽ അത് ഗുഡ്സാണ്. അല്ലെങ്കിൽ അതും എന്തല്ല? ഗുഡ്സ് അല്ല. അപ്പോൾ ഇതാണ് ഗുഡ്സിൻ്റെ മീനിങ്. ഈ ഗുഡ്സുകൾ GST ആവശ്യത്തിന് നാം 3 മാറ്റുന്നു. ഗുഡ്സുകളെ തന്നെ നമ്മൾ 3 മാറ്റാം. ഒന്ന് നോൺ ടാക്സബിൾ ഗുഡ്സ്, നോൺ ടാക്സബിൾ ഗുഡ്സ് ഒന്ന്. 2 ടാക്സബിൾ ഗുഡ്സ്, ടാക്സബിൾ ഗുഡ്സ്, ടാക്സബിൾ ഗുഡ്സ്. 3 എക്സംപ്റ്റ് ഗുഡ്സ്, എക്സംപ്റ്റ് ഗുഡ്സ്. അപ്പോൾ ഗുഡ്സുകൾ തന്നെ 3 മാറ്റാം. നോൺ ടാക്സബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം ടാക്സ് ഇല്ലാത്ത ഗുഡ്സ് എന്നല്ല, മറിച്ച് GST അപ്ലിക്കബിൾ അല്ലാത്ത ഗുഡ്സ് എന്നർത്ഥം. എന്തെന്നാണ്? വേറൊക്കെ ടാക്സ് ഉണ്ടാവും, എന്ത് അപ്ലിക്കബിൾ അല്ല എന്നർത്ഥം? GST അപ്ലിക്കബിൾ അല്ല, GST വരില്ല. അതിന് എക്സാമ്പിളാണ് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, മനുഷ്യന്മാർ കുടിക്കുന്ന മദ്യം, ആ മദ്യത്തിന് ടാക്സ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ അത് ഏതല്ല? GST അല്ല. അതുകൊണ്ട് GST അപ്ലൈ അല്ലാത്തത് കൊണ്ട്, GST അപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ട് അതിനെ നോൺ ടാക്സബിൾ ഗുഡ്സ് എന്ന് പറയാം. ഓക്കെ. അതേപോലെ തന്നെ ടാക്സബിൾ ഗുഡ്സ് എന്നാൽ GST അപ്ലിക്കബിൾ ആവുന്ന ഗുഡ്സാണ്. ഫോണ്, ലാപ്ടോപ്പ്, സ്വിച്ച് ബോർഡ്, ചെയറ്, ഡ്രസ്സുകൾ, ഇങ്ങനെ ധാരാളം ഗുഡ്സുകൾ GST അപ്ലിക്കബിൾ ആണ്, GST ലെവി ചെയ്യും. അങ്ങനത്തെ ഗുഡ്സാണ് ടാക്സബിൾ ഗുഡ്സ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്നാൽ 3ാമത്തെ കാറ്റഗറി ഏതാണ്? എക്സംപ്റ്റ് ഗുഡ്സാണ്. എക്സംപ്റ്റ് ഗുഡ്സ് എന്നാൽ GST അപ്ലിക്കബിൾ ആവില്ല, അതേപോലെ മറ്റൊരു ടാക്സും ഉണ്ടാവുകയും ഇല്ല. അങ്ങനത്തെ ഗുഡ്സാണ് ഏത് ഗുഡ്സ്? എക്സംപ്റ്റ് ഗുഡ്സ്, അഥവാ GST എക്സംപ്റ്റ് ആണ് എന്നാണ് അർത്ഥം. അങ്ങനത്തെ ഗുഡ്സിന് എക്സാമ്പിളാണ് 1 ഗാന്ധി ക്യാപ്പ്, ഗാന്ധി തൊപ്പി. 2 നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാക. ബേഡ്സ് എഗ്ഗ്, പക്ഷികളുടെ എഗ്സ്, കാടമുട്ട, കോഴിമുട്ട, ഓക്കെ. സ്ലേറ്റ്, പെൻസില്, GSTൻ്റെ ബുക്ക്, ഇതൊന്നും GST അപ്ലിക്കബിൾ അല്ല, GST ഇല്ല. അതുകൊണ്ട് അത്തരം ഗുഡ്സുകളെ എന്ത് വിളിക്കുന്നു? എക്സംപ്റ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ. ഈ 2 എണ്ണത്തിനെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവുക. ഏതൊക്കെ ഗുഡ്സ്? ടാക്സബിൾ ഗുഡ്സിനെ കുറിച്ചും എക്സംപ്റ്റ് ഗുഡ്സിനെ കുറിച്ചും. അപ്പോൾ നാം എന്താണ് ഡിഫൈൻ ചെയ്തത്? GSTയിലെ ഗുഡ്സിനെയാണ് ഡിഫൈൻ ചെയ്തത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 52 അനുസരിച്ച് എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റീസ് ബട്ട് ഇൻക്ലൂഡ് ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ഓർ തിങ്സ് attached to or forming part of land which are agreed to be served before supply or under a contract of supply. Okay. നെക്സ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ഏതാണ്? സർവീസ് ആണ്. സർവീസ്. എന്താണ് സർവീസ് എന്നാണ് നെക്സ്റ്റ് നാം ഡിഫൈൻ ചെയ്യേണ്ടത്. സർവീസസ് സെക്ഷൻ
സെക്ഷൻ 2 സബ്സെക്ഷൻ 102 2 സബ്സെക്ഷൻ 102 ഇതാണ് സർവീസിന്റെ ഡെഫിനേഷൻ ടെക്സ്റ്റ്. സർവീസ് എന്നാൽ എവരിത്തിങ് എല്ലാം സർവീസാണ്. അതർ ദേൻ ഏതൊക്കെ? 3 എണ്ണം ഒഴിച്ച്. ഒന്നെന്ത്? ഗുഡ്സ്, അത് സർവീസ് അല്ല, ഗുഡ്സ് ആണല്ലോ. 2 ഏത്? മണിയും സർവീസ് അല്ല. 3 ഏത്? സെക്യൂരിറ്റീസ്. എവരിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ഓർ സെക്യൂരിറ്റീസ്. ബട്ട് ഇൻക്ലൂഡ് ഇത് 3 അല്ലെങ്കിലും ശരി, ബട്ട് ഇൻക്ലൂഡ് എന്ത്? ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു യൂസ് ഓർ കൺവേർഷൻ ഓഫ് മണി. കൺവേർഷൻ ഓഫ് എന്ത്? മണി ഗുഡ്സും അല്ല, സർവീസും അല്ല. പക്ഷേ മണിയുടെ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു യൂസ് ഓർ കൺവേർഷൻ ഓഫ് മണി ഫ്രം വൺ കറൻസി ടു അനദർ. ഇന്ത്യൻ കറൻസി ഫോറിൻ കറൻസിയിലേക്ക് മാറ്റുക, അല്ലെ ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുക. ഓർ ഫ്രം വൺ ഡിനോമിനേഷൻ ടു അനദർ. ഒരു വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ നോട്ടുകളാക്കിയിട്ടോ കോയിൻസ് ആക്കിയിട്ടോ മാറ്റുക. ഫ്രം വൺ ഡിനോമിനേഷൻ ടു അനദർ ഫോർ വിച്ച് എ സെപ്പറേറ്റ് കൺസിഡറേഷൻ ഈസ് ചാർജ്ഡ്. എന്നാലേ ആക്ടിവിറ്റീസ് എന്താവുള്ളൂ? സർവീസ് ആവുള്ളൂ. ഒന്നുകൂടി, എവരിത്തിങ് അതർ ദാൻ ഗുഡ്സ് ഓർ മണി ഓർ സെക്യൂരിറ്റീസ് ബട്ട് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു യൂസ് ഓർ കൺവേർഷൻ ഓഫ് മണി. എവിടേക്കൊക്കെ കൺവേർഷൻ? ഫ്രം വൺ കറൻസി ടു അനദർ ഓർ ഫ്രം വൺ ഡിനോമിനേഷൻ ടു അനദർ ഡിനോമിനേഷൻ. അങ്ങനത്തെ ആക്ടിവിറ്റീസ് സർവീസ് ആകും എപ്പോൾ? ഫോർ വിച്ച് സെപ്പറേറ്റ് കൺസിഡറേഷൻ ഈസ് ഫിക്സ്ഡ് ഓർ ചാർജ്ഡ്. സെപ്പറേറ്റ് കൺസിഡറേഷൻ ഉണ്ടാവണം. എന്തുണ്ടാവണം? കൺസിഡറേഷൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റു ഭാഗത്ത് പഠിക്കും. അത് കൺസിഡറേഷൻ ഉണ്ടാവണം. എന്നാലേ, അതും സെപ്പറേറ്റ് കൺസിഡറേഷൻ ഉണ്ടാവണം, എന്നാലേ അത് സർവീസായിട്ട് കൂട്ടുള്ളൂ. 2000 രൂപ ചേഞ്ച് വാങ്ങി 4500 കിട്ടി. 4500ഉം 2000 തന്നെയല്ലേ? അതിന് സെപ്പറേറ്റ് കൺസിഡറേഷൻ ഉണ്ടോ? കൊടുത്തോന് ലാഭമുണ്ടോ? വാങ്ങിയോന് ലാഭമുണ്ടോ? ഇല്ല. അത് സർവീസായിട്ട് കൂട്ടുമോ? ഇല്ല. സർവീസായിട്ട് കൂട്ടണമെങ്കിൽ ഫോർ വിച്ച് സെപ്പറേറ്റ് കൺസിഡറേഷൻ ഈസ് ചാർജ്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ത്യയിലെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും നമ്മളുടെ ഡിഫറൻസ്, പിന്നെ എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസസ്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം.